Okay. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടെ. സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് ഈവനിങ് ഓൾ. വിംബിൾ അക്കാദമിയിലെ എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ അവസരം തന്ന വിംബിൾ ഡയറക്ടർ ഫൈസൽ സാറിനും അർച്ചന മേമനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ 21st ബാച്ചിൽ പെടുന്ന പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് വരുന്നത് തൃശ്ശൂര്. എൻ്റെ പ്രൊഫഷൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. LD റെമഡിയേറ്റർ ആണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, സ്പർശിച്ചു പോകുന്ന ഒരു വിഷയമാണ്. വിഷയത്തിന്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. സിമ്പിൾ ആണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ്. ആരെങ്കിലും ഒന്ന് പറയൂ. ഞാൻ തന്നെ പറയണോ? ഓർഡിനറി ടു അട്രാക്റ്റീവ് സിമ്പിൾ ലൈഫ് സ്കിൽസ് അല്ലെ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകള് സാധാരണ ജീവിതം നയിച്ചിട്ടും അവർക്ക് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ അവർക്ക് ഒരുപാട് സൗന്ദര്യം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ അവസരങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ നല്ല കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിരിക്കും. മനോഹരമായ വസ്ത്രശൈലി കൊണ്ടോ ഒരുപാട് ആഡംബര ജീവിതം കൊണ്ടോ ഒരാൾ മറ്റുള്ളവരുടെ അട്രാക്റ്റീവ് പേഴ്സൺ ആകണമെന്നില്ല. മറിച്ച് എന്തായിരിക്കും, അവർക്കൊരു പ്രത്യേക സ്കില്ല് ഉണ്ടാവും അല്ലെ? എല്ലാവരും യോജിക്കുന്നുണ്ടോ ആ കാര്യത്തിന്? നമ്മൾ നിസ്സാരം എന്ന് തോന്നുന്ന വളരെ മനോഹരമായ ഒരു സ്കില്ല് അവർക്കുണ്ടായിരിക്കും. അത് അവരുടെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതിയായിരിക്കാം. എങ്ങനെയാണ് സാധാരണ ജീവിതത്തിൽ ഈ സ്കില്ല് വളർത്തിക്കൊണ്ടുവന്ന് നമുക്ക് സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടുമുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നത്? നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ ഒരുപാട് പണം, സമ്പത്ത്, അല്ലെങ്കിൽ മനോഹരമായ വസ്ത്രധാരണ രീതി എന്നതിനപ്പുറം നമ്മളിലൊരു നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടണം. ആ ഒരു സ്കില്ല്, ചെറിയൊരു സ്കില്ല് മറ്റുള്ളവർക്ക് കാണുമ്പോൾ പ്രത്യേകത തോന്നുന്നില്ല. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ പലരുടെ ഇടയിൽ അട്രാക്റ്റീവ് പേഴ്സണായി മാറുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ അത്? എങ്ങനെയാണ് ആ സ്കില്ല് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത്? ഒരു ട്രെയിനർ എന്ന രീതിയിലും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലർ എന്ന രീതിയിലും പലരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിലും നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. എങ്ങനെ ഇത്തരം ഒരു സ്കില്ല് വളർത്തിയെടുക്കാം? സിമ്പിൾ ലൈഫ് സ്കിൽ, ശരിയല്ലേ? അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, പ്രൊഫഷണൽ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം? സ്വന്തം അനുഭവങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മളെ ബഹുമാനപ്പെട്ട ഹമീദ് മുസ്താഖ് അദാനി സാർ, അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ കോച്ചാണ്, ലൈഫ് കോച്ചാണ്. ഇത്തരം ഒരുപാട് അനുഭവങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി വിഷയം വിപുലീകരിച്ച് എന്തെങ്കിലും എക്സ്ട്രാ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആരും എന്തുകൊണ്ടോ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടായാലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എൻ്റെ ജീവിതത്തിൽ പ്രയോഗമാക്കാൻ വേണ്ടി, അതായത് പഠിക്കുന്നതിനപ്പുറം, മനസ്സിലാക്കുന്നതിനപ്പുറം ഈ എൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാനും ഈ ക്ലാസ്സിന് കാത്തിരിക്കുന്നു. എല്ലാവരും ഈ ക്ലാസ്സിനായി കാത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അടുത്തായി സാറിനെ, നമ്മുടെ ട്രെയിനറിനെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം സാർ. Thank you, ma'am. ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി. Thank you, ma'am. Thank you for your wonderful words. Thank you all for joining this wonderful session. Good evening to everyone. Good evening, sir. First of all, thanks to Wimble Academy and Faisal sir, founder of Wimble Academy, and Archana ma'am. അതുപോലെ നമ്മുടെ ഈ സെഷനിലേക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സമയത്ത് മാറ്റിവെച്ച് എന്നെ വിശ്വസിച്ചുകൊണ്ട് ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഹർദവമായി സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് താങ്ക്സ് പറയാണ്. നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മുടെ ജീവിതത്തിനെ മാറ്റണം. നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മനോഹരമാക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാറ്റിയാൽ മാത്രം മതിയാകും എന്നുള്ളതാണ്.
മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെയുള്ള സമൂഹവുമായിട്ട് കണക്റ്റ് ആകാതെ, അവരുമായിട്ട് ഇന്ററാക്ഷൻ നടത്താതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവരോട് നാം സംസാരിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ആളുകളോടും, ചെറിയ മക്കളോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ പാരൻസിനോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്രൊഫഷണൽ തലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ, അവിടെയൊക്കെ നാം നിലവിൽ ഒരു രീതി സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ മുമ്പുള്ള ആളുകൾ അല്ലെങ്കിൽ മുമ്പുള്ള ആളുകളിൽ നിന്ന് നാം കണ്ടുപിടിച്ച കുറച്ച് രീതികളാണ് നാം ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ നമ്മൾ അത് പഠിച്ചുകൊണ്ട് ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കണം എന്ന് പഠിച്ച് നാം അതിനെ പ്രാക്ടിക്കലൈസ് ചെയ്ത് നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായ ഒരു ലെവലിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. റെഡി ആണോ ആൻസർ പറയാൻ? യെസ് സർ. നമ്മള് മരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ എന്തായാലും ഒരു ദിവസം നാം മരണപ്പെട്ടു പോകും. നമുക്ക് ഉറപ്പായ കാര്യമാണ്. നമ്മൾ മരിക്കുന്ന അവസരത്തിൽ നമ്മെ ഒരു നോക്ക് കാണാൻ വേണ്ടി, അവസാന നോട്ടം, ആ ഒരു വിഷയത്തിന് വേണ്ടി എത്ര ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും? ഏറ്റവും ഹൃദയസ്പർക്കായ ക്വസ്റ്റ്യൻ ആണ്. എത്ര ആളുകൾ ഉണ്ടാവും നമ്മളെ കാണാൻ വരിക? നമുക്ക് ചിന്തിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളൊരു ഓർഡിനറി പേഴ്സൺ ആണോ അട്രാക്റ്റീവ് പേഴ്സൺ ആണോ എന്നുള്ളത്. സോ ഞാൻ ഒരു 2 സിറ്റുവേഷൻസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇമാജിൻ നിങ്ങൾ ഒരു സദസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്യുന്ന അവസരത്തിൽ അവിടെയുള്ള അപരിചിതരായിട്ടുള്ള 4 വ്യക്തികളോട് നിങ്ങൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരോട് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൈ നീട്ടിയപ്പോൾ നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് തന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം കാണുന്ന വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല. അലസമായിട്ട് അദ്ദേഹം നിങ്ങൾക്ക് കൈ തരികയാണ്. രണ്ടാമത്തെ വ്യക്തിയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് തന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോണിൽ ബിസി ആയിരുന്നു. അദ്ദേഹം റീൽസ് കാണുന്ന തിരക്കിലാണ്. മൂന്നാമത്തെ ആളിലേക്ക് നിങ്ങൾ കൈ നീട്ടുന്നു. അദ്ദേഹം നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് തന്നിട്ടുണ്ട്. ചെറിയൊരു പുഞ്ചിരി നിങ്ങൾക്ക് നൽകി, നിങ്ങളെ ചെറുതായിട്ടൊന്ന് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ അവർ തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് സംസാരത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷയത്തിലേക്ക് കടന്നുപോയി. നിങ്ങൾ 4ാമത്തെ വ്യക്തിയിലേക്ക് പോയി. അദ്ദേഹമാണെങ്കിൽ നിങ്ങളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. നിങ്ങളെ കണ്ടയുടനെ അദ്ദേഹം വളരെയധികം ആവേശത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാ വിശേഷം, സുഖമല്ലേ? നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? നിങ്ങളുടെ യാത്രയൊക്കെ മനോഹരമായിരുന്നില്ല? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? മക്കള് കൂടെയുണ്ടോ? എന്നുള്ള ധാരാളം കാഷ്വൽ ആയിട്ടുള്ള സംസാരത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 4 ആളുകളിൽ നിങ്ങൾക്ക് ആരോടായിരിക്കും അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി ഏത് വ്യക്തിയോടാണ്? ഫോർത്ത് പേഴ്സൺ. അൺഡൗട്ടബിളി നമ്മൾ പറയും ഫോർത്ത് പേഴ്സൺ ആണെന്ന്. ഇത് നമ്മൾ റിയലി എക്സ്പീരിയൻസ് ചെയ്യാതിരുന്നിട്ട് പോലും ജസ്റ്റ് ഇമാജിൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫോർത്ത് പേഴ്സണോട് വലിയ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഈ വന്ന വ്യക്തി റിച്ച് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങളിൽ വന്ന വ്യക്തിയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ ഒരു സംസാരത്തിൽ ജസ്റ്റ് 2-3 വാക്കുകൾ സംസാരിച്ചപ്പോഴേക്കും നമുക്ക് അദ്ദേഹത്തിനോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണ്. അദ്ദേഹത്തിന് മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും അദ്ദേഹം ഈ വ്യക്തിയെ മറക്കുകയില്ല, നമ്മളും മറക്കൂല, അല്ലെ? ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മറക്കാൻ കഴിയില്ല. അത്രയും വലിയ കൺസിഡറേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. 2 വ്യക്തികൾ ഒരു ടീ ഷോപ്പിലേക്ക് പോകുകയാണ്. അവിടുന്ന് കോഫി കുടിച്ചതിന് ശേഷം അവിടുത്തെ വെയിറ്റർ വന്ന് ചോദിക്കുകയാണ്, സർ എനിത്തിങ് മോർ എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഫോണിൽ വളരെയധികം ബിസി ആയിട്ടിരിക്കുന്നു. അതേസമയത്ത് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി മാഡം നത്തിങ്, നോ താങ്ക്സ് എന്നൊക്കെ പറയാണ്. അവരുടെ ടാഗ് നെയിം നമ്മൾ മനസ്സിലാക്കി പേര് വിളിച്ചുകൊണ്ട് മാഡം, സെറം മാം,
മമ്മിന്റെ ഡ്രസ്സ് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞാൽ, ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അപ്പൊ നമ്മളത് പറയുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരാനുണ്ട്. അപ്പോ അപ്പോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഓർഡിനറി പേഴ്സൺ എപ്പോഴും ടയേർഡായിരിക്കും. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില റുട്ടീൻസിലൂടെ സഞ്ചരിക്കുകയാണ്. പക്ഷെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ചെറിയ വാക്കുകൾ കൊണ്ട്, ചെറിയ സെന്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോ നമുക്ക് വളരെയധികം വ്യക്തമായി എന്താണ് ഓർഡിനറി പേഴ്സൺ എന്നുള്ളത്. രണ്ടാമത്തെ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഓർഡിനറി ലൈഫ് എന്ന് പറയുന്നത് ലിവിങ് ഓൺ എ ഓട്ടോ പൈലറ്റ് മോഡ്. ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ സഞ്ചരിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വർക്കിന് വേണ്ടി പോകുന്നു, അതുപോലെ റിട്ടേൺ വരുന്നു. ആ ലൈഫ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് നോ സ്പെഷ്യൽ എഫേർട്ട് എടുക്കൂല, നോ അവയർനെസ്, അതുപോലെ തന്നെ നോ ഇംപ്രൂവ്മെന്റ്. അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഒന്നും കാണാൻ സാധിക്കുകയില്ല. അതേസമയത്ത് ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയുടെ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള എഫേർട്ടുകൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം വിടും. അതുപോലെ അദ്ദേഹം ഫുള്ളി അവെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ വലിയ വലിയ ഇംപ്രൂവ്മെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അദ്ദേഹം കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും, പൊളൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇമോഷണലി കൺട്രോൾഡ് ആയിരിക്കും. അദ്ദേഹത്തിന് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. അപ്പൊ ഇതുപോലെയുള്ള ധാരാളം ക്വാളിറ്റീസ് നമുക്ക് അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പീപ്പിൾ ചൂസ് ഓർഡിനറി പേഴ്സൺ. ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ഓക്കെ. ബട്ട് നമ്മൾ അവിടെ തന്നെ തുടരുകയാണെങ്കിൽ അത് നമുക്ക് വലിയ അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. റൈറ്റ് നൗ, ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്? നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളൊരു ഓർഡിനറി പേഴ്സൺ ആണെങ്കിൽ ജസ്റ്റ് ഓ എന്ന് ടൈപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ ജസ്റ്റ് എ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. അർഷ മാം എ ടൈപ്പ് ചെയ്യുന്നു. ഡോക്ടർ വേണു സാർ എ ആണ്, അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയുടെ വ്യക്തിയാണ്. ദീപ്തി മാം. അപ്പൊ നമ്മുടെ വ്യക്തികളൊക്കെ, നമ്മുടെ ഇതിൽ പങ്കെടുത്തിരിക്കുന്നതൊക്കെ പ്രൊഫഷണൽ ആളുകളായതുകൊണ്ട് തന്നെ അവരൊക്കെ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമാണ്. ഇറ്റ്സ് എ വെരി ഹാപ്പി ടു ഹെയർ മീ. അതെയോ? യഹിയ സാർ പറയുന്നു ഓർഡിനറി പേഴ്സൺ ആണ്. സുഹ്റ മാം അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി വ്യക്തിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ റെസ്പോൺസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് കടക്കേണ്ടതുണ്ട്. സോ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുക. നിങ്ങളുടെ പോസ്റ്റേഴ്സ് ഒക്കെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്ന് കൂടുതൽ കംഫർട്ടായിട്ടിരിക്കുക. ക്ലോസ് യുവർ ഐസ് ആൻഡ് ജസ്റ്റ് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ബ്രീത്ത് ഇൻ സ്ലോലി and hold it for a second and breathe out slowly. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. Breathing, hold it for a second and breathe out slowly. നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വാല്യുബിൾ ടൈം നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നാം കേൾക്കുന്ന ഓരോ പോയിന്റ്സും ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുമെന്ന് മനസ്സിൽ കാണും. ആ പോയിന്റുകൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഞാൻ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മുടെ ലൈഫിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ നമ്മെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്നേഹം കാണിക്കുന്ന വലിയൊരു ഫ്രണ്ട്ഷിപ്പ് വലയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കൊണ്ടുവരിക.
And again, breathing slowly. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. Hold it for a second and breathe out slowly. And open your eyes. Okay, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റാൻ റെഡി ആയിരിക്കുകയാണ് അല്ലെ? നമുക്ക് നമ്മുടെ പോയിന്റ്സിലേക്ക് കടക്കാം. ഏകദേശം 8 ടെക്നിക്കുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിലുള്ള പല ടെക്നിക്സുകളും നമ്മൾ പലപ്പോഴും കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ ഇനി മുതൽ അത് ഡെലിബറേറ്റ് ആയിട്ട് ഒന്നും കൂടി നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ മനോഹരമാക്കാൻ ശ്രമിക്കുകയാണ്. ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാസ്റ്റർ യുവർ ബോഡി ലാംഗ്വേജ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും അതുപോലെ തന്നെ മാസ്റ്റർ യുവർ വോയിസ് ടോൺ. നിങ്ങളുടെ വോയിസ് ടോണിലും നിങ്ങൾ മാസ്റ്റർ ആകുക എന്നുള്ളതാണ്. ഇതാണ് ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ബോഡി ലാംഗ്വേജ് ഇസ് ഹൗ യുവർ ബോഡി കമ്മ്യൂണിക്കേറ്റ്സ് യുവർ തോട്ട്സ് ആൻഡ് യുവർ ഇമോഷൻസ് വിത്തൗട്ട് വേർഡ്സ്. ഒരു വാക്കുകൾ പറയാതെ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ തോട്ട്സിനെയും ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്മൈൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ടൂൾസുകളിലൂടെ നിങ്ങളുടെ ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എന്തെങ്കിലും പറയാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നത് നമ്മളെ ബോഡിയാണ്. ആ ബോഡിയിലൂടെ പലതും അദ്ദേഹം വായിച്ചെടുക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ബിഫോർ യു സ്പീക്ക് യുവർ ബോഡി സ്പീക്സ്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ബോഡി സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോഡി പലതും പറയുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് കൂടെ ഐ കോണ്ടാക്ട് കൃത്യമായിട്ട് നൽകി നമ്മുടെ പോസ്റ്ററും ജസ്റ്റുകളൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഹാൻഡ് മൂവ്മെന്റുകൾ നൽകി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും. ഇതൊരു കോൺഫിഡന്റ് പേഴ്സൺ ആണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. അവിടെ നിങ്ങളെ കണ്ട ഉടനെ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അവ ഇരുന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഓരോ കുട്ടികളുടെ മുഖത്തേക്കും നോക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വർക്ക് ചെയ്തു കൊണ്ടുവന്ന ആളുകൾ കൂടുതൽ ആക്റ്റീവോടുകൂടി പ്രസന്ന മുഖത്തോടു കൂടി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് നിങ്ങൾക്ക് നൽകും. അവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടാകും. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ റെഡി ആയിട്ടായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക. എന്നാൽ ഇത് ചെയ്തു വരാത്ത വിദ്യാർത്ഥികൾ അവരുടെ മുഖത്ത് വല്ലാത്ത വിഷമം ഉണ്ടാകും. ഇതിന്റെ കാരണം കൊണ്ട് സാർ എന്തെങ്കിലും പറയുമോ എന്നുള്ള ഭയമുണ്ടാകും. അവരുടെ പോസ്റ്ററൊക്കെ ഡൗൺ ആയിരിക്കും, ഷോൾഡർ ഡൗൺ ആയിരിക്കും, അങ്ങനെ മുഖം ഡൗൺ ആയിരിക്കും. ഇതൊക്കെ ഇത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഓരോ കുട്ടിയെയും മനസ്സിലാക്കാൻ പറ്റും. ഈ കുട്ടികൾ ഒരു വാക്കുപോലും പറയാതെ തന്നെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിയത് അവരുടെ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോ ബോഡി ലാംഗ്വേജ് പല ആളുകളും ഇത് അറിയുന്ന ആളുകളാണ്, പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഇത് കൊണ്ടുവരലില്ല എന്നുള്ളതാണ്. നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബോസിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇംപ്രസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ ബോഡി കൂടുതൽ സ്ട്രൈറ്റ് പോസ്റ്ററിലായിരിക്കേണ്ടതാകുക. ഇരിക്കുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഷോൾഡർ റിലാക്സ് ആയിരിക്കണം. മുഖത്ത് പ്രസന്നത ഉണ്ടാകണം. നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകണം. പുഞ്ചിരിക്ക് വലിയ പവറാണ്. സ്മൈൽ എന്ന് പറയുന്നത് ഒരാളുടെ കോൺഫിഡൻസിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്നുള്ളതാണ്. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്നാണ്. അതായത് നമ്മുടെ ആക്ഷൻസുകൾ
നമ്മൾ പറയുന്ന വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. യഥാർത്ഥത്തിൽ സ്മൈൽ, പുഞ്ചിരി എന്ന് പറയുന്ന ആ പ്രതിഭാസമുണ്ടല്ലോ, ആ പ്രതിഭാസം നമ്മളോട് പറയുന്നത്, നമ്മൾ ഒരാളോട് പുഞ്ചിരിക്കുമ്പോൾ നമ്മൾ അയാളോട് ഇൻഡയറക്റ്റ്ലി നമ്മൾ പറയുന്നത് ഐ ലൈക്ക് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. യു മേക്ക് മീ ഹാപ്പി, നിങ്ങൾ എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള പല മെസ്സേജുകൾ ഇൻഡയറക്റ്റ്ലി നമ്മളൊരു പുഞ്ചിരിയിലൂടെ നമ്മൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പുഞ്ചിരിച്ച മുഖവുമായിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് എത്ര ദുഃഖമുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചു നോക്ക്, നമ്മുടെ ടെൻഷൻ മറികടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പുതിയ ഡോപ്പമിൻ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോ നമ്മൾ എപ്പോഴും എത്ര ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും വെറുതെ ഫേക്ക് ആയിട്ട് ചിരിക്കാൻ ശ്രമിക്കുക. ഫേക്ക് ഇറ്റ് ആൻഡ് മെയ്ഡ് ഇറ്റ് എന്നാണ് എല്ലാവർക്കും അറിയുന്ന ഒരു തിയറിയാണ് അല്ലേ. അപ്പൊ നമുക്ക് വിഷമമുള്ള ഒരാളാണെങ്കിലും നമ്മൾ ഫേക്ക് ചെയ്ത് ചിരിക്കുമ്പോൾ അത് റിയാലിറ്റിയിലേക്ക്, ആ ഒറിജിനൽ സന്തോഷത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. പ്രമുഖനായിട്ടുള്ളൊരു ഇൻഷുറൻസ് വ്യവസായിയുണ്ട്, അമേരിക്കയിലെ പ്രമുഖനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് വ്യവസായി. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സക്സസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇൻഷുറൻസ് സെല് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓരോ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പും ഞാനൊന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കും, ഞാൻ ഇന്ന് ആരോടൊക്കെ താങ്ക്സ് പറയണം, അതുപോലെ എങ്ങനെ പുഞ്ചിരിക്കണം, എങ്ങനെ മനോഹരമാക്കി പുഞ്ചിരിക്കണം ഓരോരുത്തരോടും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുക. അപ്പൊ അതിന്റെ റിസൾട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ആ ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്തതുകൊണ്ട് എനിക്ക് ധാരാളം ഇൻഷുറൻസ് സെല് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വിജയഗാഥ അദ്ദേഹം പറയുന്നുണ്ട് എന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പുഞ്ചിരിയുള്ള മുഖവുമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുക. നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഭാര്യമാർ വല്ലാത്ത സന്തോഷിക്കും. ഭർത്താക്കന്മാർ എപ്പോഴും പുഞ്ചിരിച്ച വദനവുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാർക്കും വലിയ സന്തോഷമായിരിക്കും. മക്കൾക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളോട് ഇടപഴകാനും വലിയ ഹാപ്പി ആയിരിക്കും. ഭാര്യമാർ ഭർത്താക്കന്മാരോട് പുഞ്ചിരിച്ച് വർത്താനം പറയുമ്പോൾ അവരും ഹാപ്പി ആകും. അപ്പൊ പുഞ്ചിരി എന്ന് പറയുന്നത് നമുക്ക് എത്ര കഴിയാത്ത ആളെയാണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ആ പുഞ്ചിരി എന്ന് പറയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ആ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ചില വ്യക്തികൾ നമുക്ക് കാണാൻ പറ്റും, അവരെപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു. അവരെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ നാം ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് ടോണുകൾ സംസാരിക്കുന്നതിനനുസരിച്ച് മോഡുലേഷൻ കൊണ്ടുവരണം. വിഷമങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള മോഡുലേഷൻ കൊണ്ടുവരണം. ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള മോഡുലേഷൻ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഫ്രീക്വൻസി വ്യത്യാസം കൊണ്ടുവരണം. സോ ഇതാണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, മാസ്റ്റർ യുവർ ബോഡി ലാംഗ്വേജ് ആൻഡ് വോയിസ് ടോൺ. ഇതിൽ നമ്മൾ മാസ്റ്റർ ആകുമ്പോൾ ഇതിലൂടെ നമുക്ക് ധാരാളം ആളുകളെ അട്രാക്ട് ചെയ്യാനും നമ്മൾ കോൺഫിഡന്റ് പേഴ്സൺ ആണെന്ന് അവരെ തോന്നിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് പോകാം. രണ്ടാമത്തെ ടെക്നിക്ക് ബിൽഡ് എ ആക്റ്റീവ് ലിസണിങ് സ്കിൽ എന്നുള്ളതാണ്. ആളുകളെ കേൾക്കാൻ റെഡി ആവുക, ഒരു ഗുഡ് ലിസണർ ആവുക. ഇന്ന് നമ്മൾ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് കേട്ടുകൊടുത്താൽ പല ആളുകളുടെയും ടെൻഷൻസ് അതിലൂടെ ഇല്ലാതാകും എന്നുള്ളതാണ്. ഭാര്യമാർ ഭർത്താക്കന്മാരെ കേട്ടുകൊടുക്കുക, ശാന്തമായിട്ടിരുന്ന് ഫോണുകളൊക്കെ മാറ്റി വെക്കുക, പൂർണ്ണമായിട്ട് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഭാരം എടുത്തു വെച്ച ഒഴിവാക്കിയ അവർ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത സുഖം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കേൾക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് ക്ഷമയോടുകൂടി കേൾക്കേണ്ടി വരും. പക്ഷേ നമ്മൾ അത് ചെയ്തു കൊടുക്കലോടുകൂടി അവർക്ക് നമ്മളോട് വല്ലാത്ത മതിപ്പായിരിക്കും, നമ്മളോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും. ഡെയിൽ കാർണഗീനെ അറിയാത്ത ആരും ഉണ്ടാവൂല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഒരു ബോട്ടണിസ്റ്റ്, സസ്യശാസ്ത്രജ്ഞൻ പങ്കെടുത്തൊരു പാർട്ടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ആ പാർട്ടിയില്
അദ്ദേഹത്തിനോട് ഡെയിൽ കാർണഗി പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഈ ബോട്ടണിസ്റ്റ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഇങ്ങനെ വിശദീകരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ വിജയഗാഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ അദ്ദേഹം ചെലവഴിച്ചു. അതൊക്കെ ഡെയിൽ കാർണഗി വളരെയധികം ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഡെയിൽ കാർണഗി പാർട്ടി കഴിഞ്ഞു പോകാൻ നേരത്ത് തന്റെ കൂടെയുള്ള ആളുകളോട് ഡെയിൽ കാർണഗിയെ കുറിച്ച് പറയാണ്, ഇദ്ദേഹം ഹി വാസ് എ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷണലിസ്റ്റ്. ഇദ്ദേഹം പരമരസികനായിട്ടുള്ള സംഭാഷണ ചതുരനാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇവിടെ ഡെയിൽ കാർണഗി ഒന്നും സംസാരിച്ചിട്ടില്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ സംസാരത്തിനെ ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ട് അതിന്റെ സന്തോഷത്താൽ ഇദ്ദേഹം കൊടുത്തൊരു കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ചില ആളുകൾക്ക് നമ്മൾ കേട്ടുകൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമുണ്ടാവുകയും അവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ തലകളൊക്കെ കുലുക്കി കൊടുത്ത് നോഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് യെസുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അതെ അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വിഷയങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്ന. അതുപോലെ ഇതിലൊരു എക്കോ ടെക്നിക്ക് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന വാക്കുകളെ, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാക്കുകളെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് കൂടുതൽ ട്രസ്റ്റ് ആവും. അദ്ദേഹം പറയാണ്, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അങ്ങനെ സംഭവം ഉണ്ടായോ എന്ന് ആ ഒരു വാക്കെടുത്ത് നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എന്ന് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അദ്ദേഹം കൂടുതലായിട്ട് പറയുകയും നമ്മളത് കേട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ്. മൂന്നാമത്തത് ഡോണ്ട് ക്രിറ്റിസൈസ് എന്ന്. ഒരാളെയും വിമർശിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്തിനേയും കണ്ണടച്ച് വിമർശിക്കുക എന്നുള്ളത്, കുറ്റം പറയുക. ജർമ്മൻ സൈന്യത്തിന്റെ ഒരു പോളിസി വളരെ ശ്രദ്ധേയമാണ്. പോളിസി ഇങ്ങനെയാണ്, അവിടുത്തെ പട്ടാളക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, പ്രശ്നം ഉണ്ടെങ്കിൽ ആ പരാതി കേട്ട് ഉടനടി നടപടി ഒന്നും എടുക്കൂല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ നടപടി എടുക്കാത്തത് ചോദിച്ചപ്പോൾ, നമ്മൾ ഉടനടി ഒരു വിഷയം കേട്ട ഉടനെ അതിന് നടപടി എടുക്കുകയാണെങ്കിൽ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കും. ചിലപ്പോൾ ചില ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയത്തേക്കൊന്ന് നമ്മൾ ഹോൾഡ് ചെയ്യുക പരാതി. അപ്പൊ ഈ പരാതിക്കാരന്റെ ഇമോഷൻസ് ഒന്ന് ബാലൻസ്ഡ് ആകുമ്പോൾ അവർക്ക് തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ഒരാളെ ജീവൻ അതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ ഒരു വിഷയം ഉണ്ടായാൽ ഉടനടി നമ്മൾ ഒരു നടപടിയും എടുക്കരുത് എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം. ഒന്ന് ശാന്തമായിട്ട് കേൾക്കണം. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീച്ചർ ആണെങ്കിൽ നമ്മുടെ സ്കൂളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉടനടി അവരോട് ഷൗട്ട് ചെയ്യും, അവരോട് ദേഷ്യപ്പെടും. അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഒന്ന് ശാന്തമായിട്ടിരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആയതിനു ശേഷം നമ്മൾ അവരോട് ചോദിക്കാം, മോനെ എന്തുകൊണ്ടാണ് ചെയ്തു വരാതിരുന്നത്, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല? അപ്പൊ അവർ പ്രോബ്ലം പറയും. അപ്പൊ അതിന് നമ്മൾ ക്ഷമാശീലരായിട്ട് വളരെയധികം കാമായിട്ട് ആ കുട്ടിയോട് പരിഹാരം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വൈഫിനോട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യാതിരിക്കുക, അവരോട് മാന്യമായി ചോദിക്കുക, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലേ പറഞ്ഞത്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോയി? അപ്പൊ അവര് റീസൺസ് പറയും. അപ്പൊ റീസൺസ് പറയുമ്പോൾ നമ്മൾ ശാന്തമായിട്ട് കേട്ട് ക്ഷമയോട് കേട്ട് അതിന് നല്ല സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. സമാധാനത്തോട് കാമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ വിമർശനം എന്ന് പറയുന്നത് വളരെ വിനാശകരമായിട്ടുള്ള ഒരു വിഷമാണ്. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി അവരുടെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷൗട്ട് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഇങ്ങനെ വിമർശിക്കലോടുകൂടി ഒരു വലിയൊരു വെറുപ്പിന്റെ ഫാക്ടറിയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അവർക്ക് നമ്മോട് കടുത്ത വെറുപ്പായിരിക്കും. നമ്മുടെ സാമീപ്യം അവർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല.
നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയിരുന്നാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ആകാൻ പാടില്ല. അപ്പൊ നമ്മൾ ഒരു അട്രാക്റ്റീവ് പേഴ്സണിലേക്ക് നമുക്ക് മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഒരാളെ വിമർശിക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ വിമർശിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ്സ് എ വെരി മേജർ ക്വസ്റ്റ്യൻ. അവരെ വെറുപ്പിക്കാതെ വിമർശിക്കാം എന്നൊരു തിയറിയിലേക്ക് പോകണം. എങ്ങനെ വിമർശിക്കാതെ അവരെ വിമർശിക്കും, വെറുപ്പിക്കാതെ വിമർശിക്കും? അതിനാണ് 2 സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ചാൾസ് ഷാബ് എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്മാൻ ഉണ്ട്. സ്റ്റീൽ മില്ലിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക്, ഫാക്ടറിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സന്ദർശനത്തിന് വരും. അപ്പോ ഒരു ദിവസം അദ്ദേഹം വന്നപ്പോ സിഗരറ്റ് വലിക്കരുത് എന്ന് എഴുതി വെച്ച ബോർഡിന് താഴെ നിന്നുകൊണ്ട് ഒരു വർക്കർ സിഗരറ്റ് വലിക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഉടനടി ഷൗട്ട് ചെയ്യും, ഇല്ലേ? ഉടനടി ഷൗട്ട് ചെയ്യും. അവിടെ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിനോട് നമ്മോട് സ്നേഹം ഉണ്ടാവോ? വെറുപ്പല്ലേ അതോടെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്? അതേ സമയത്ത് അദ്ദേഹം ചെയ്തത് വളരെ നിസ്സാരമായിട്ടൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന കുറച്ച് സിഗരറ്റ് എടുത്തിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകൾക്കും കൂടി ഷെയർ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് പുറത്തു പോയിട്ട് എന്ത് ചെയ്യാം? സിഗരറ്റ് വലിക്കാം. വളരെ നിസ്സാരമായിട്ട്, ഫ്രീ ആയിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു സ്റ്റോറി ഉണ്ട്. ജോൺ വാനമേക്കർ എന്ന് പറയുന്ന ബിസിനസ്മാൻ. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റൈൽസിലേക്ക് ഒരു ദിവസം ചെക്കിങ്ങിന് വന്നപ്പോ അവിടുത്തെ വർക്കേഴ്സ് എല്ലാം കൂടി ഒരു കോർണറിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അവര് തമാശ പറഞ്ഞ് വല്ലാതെ പൊട്ടിച്ചിരിക്കുകയാണ്. അവിടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നതാണ് ഈ മുതലാളി കാണുന്നത്, ജോൺ വാനമേക്കർ കാണുന്നത്. അദ്ദേഹം അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, അദ്ദേഹം ഉള്ളിലേക്ക് കയറി ആ കസ്റ്റമറിന് ആവശ്യമുള്ള ടൂൾസുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കൊടുത്ത് എന്നിട്ട് വർക്കേഴ്സിനോട് പോയി പറഞ്ഞു, ഇതൊന്ന് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് അവിടെ തെറ്റ് മനസ്സിലായി. അവർ എല്ലാവരും കൂടുതൽ ആക്റ്റീവായി വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതിനെ ക്രിയേറ്റീവായിട്ട് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന അവസരത്തിൽ ഇതുപോലെ നമ്മൾ ചിന്തിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഷൗട്ട് ചെയ്യുക. അതിലേക്ക് പോകരുത്. അത് വിഡ്ഢികളുടെ ഭാഷയാണ്. നമ്മൾ ക്രിയേറ്റീവ് ഇത് എങ്ങനെ പരിഹരിക്കാം, ഈ പ്രോബ്ലത്തിന് എങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് വെറുപ്പുണ്ടാക്കാത്ത രീതിയിൽ പരിഹരിക്കാൻ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ മാറ്റം നമ്മുടെ സർക്കിളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ, അവരുടെ തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരെ നന്നായിട്ട് പ്രശംസിച്ചിട്ട് അവർ ചെയ്ത ധാരാളം നല്ല കാര്യങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന് ഒരു നല്ല കാര്യങ്ങളും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എടുത്ത് അദ്ദേഹത്തിനെ പ്രശംസിക്കുക. നന്നായിട്ട് പ്രശംസിച്ചതിന് ശേഷം മോനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് നീ പരിഹരിക്കണം, ഇതും കൂടി പരിഹരിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. നമുക്കറിയാലോ, നമ്മൾ താടിയൊക്കെ ഷേവ് ചെയ്യാൻ പോകുമ്പോൾ ജസ്റ്റ് താടികളൊന്നും എന്ത് ചെയ്യും? പതപ്പിക്കലില്ല. എന്തിനാ ഈ പതപ്പിക്കുന്നത്? അവിടെയുള്ള രോമങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകാനാണ്. എന്നതുപോലെ നമ്മൾ ഒരാളെ തെറ്റുതിരുത്തുമ്പോൾ അദ്ദേഹം ചെയ്ത നല്ല ആക്ടിവിറ്റീസിനെ എടുത്തു പറയാം. നല്ല ആക്ടിവിറ്റീസിനെ എടുത്തു പറഞ്ഞ് പ്രശംസിച്ചതിന് ശേഷം മോനെ ഈ തെറ്റും കൂടി നീ തിരുത്തുകയാണെങ്കിൽ മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി അത് നിറവേറ്റും, ഒരു മടിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിലൂടെ നമ്മൾ കാര്യങ്ങളെ മാനേജ് ചെയ്യുക. അപ്പൊ ഒരാളെയും വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, പലപ്പോഴും പല ആളുകളും കേൾക്കാത്തവരുണ്ടാവൂല. അദ്ദേഹം വലിയ നയതന്ത്രജ്ഞനായിരുന്നു. ഫ്രാൻസിൽ അമേരിക്കൻ അംബാസഡർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, വാട്ട് ഈസ് യുവർ സക്സസ്, സീക്രട്ട് ഓഫ് സക്സസ്, നിങ്ങളെ വിജയത്തിന്റെ സീക്രട്ട് എന്താണ്? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെയും വിമർശിക്കാറില്ല എന്നാണ് അദ്ദേഹം ഒറ്റയടിക്ക് മറുപടി പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിനെ എടുത്തു പറയുന്നല്ലാതെ ഞാൻ ഒരാളെയും വിമർശിക്കാറില്ല, കുറ്റം പറയാറില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
വിമർശിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറ്റം പറയുക, അപലപിക്കുക, പരാതിപ്പെടുക എന്നുള്ളതൊക്കെ അത് വിഡ്ഢികളുടെ ഭാഷയാണ്. എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ക്ഷമാശീലരായിട്ട് മനസ്സിരുത്തി അതിനെ മനസ്സിലാക്കുകയും അതിനെ കൃത്യമായിട്ട് കാമായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹീറോയിസം. അപ്പോ നമ്മള് വിമർശനം എന്ന് പറയുന്ന ഈ കൊടിയ വിഷയത്തെ നമ്മൾ ഇന്നത്തോടുകൂടി സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനു മുമ്പും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ വലിയ വിജയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 4-മത്തെ വിഷയത്തിലേക്ക് പോകാം. 4-മത്തെ വിഷയം എന്ന് പറയുന്നത് റിമെമ്പറിങ് അതേഴ്സ് നെയിം. മറ്റുള്ള ആളുകളുടെ പേരുകൾ ഓർത്തു വെക്കുക എന്നുള്ളതാണ്. ആളുകളുടെ പേര് ഇത്രയും വലിയ പവർ ഉണ്ടോ? വലിയ പവർ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേരുകളാണ്. ഒരാൾ നമ്മുടെ പേര് വിളിച്ചിട്ട് നമ്മളെ അഭിമോദനം ചെയ്യുമ്പോൾ, അഭിസംബോധനം ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോടൊരു നമുക്കൊരു അപരിചിതരായ ഒരാളെ നമ്മുടെ പേര് വിളിച്ച് അഭിസംബോധനം ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് അതിന്റെ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഓരോരുത്തരെയും പേര് ഓർത്തു വെക്കുക. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ ഫാമിലി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ എടുക്കണം. അദ്ദേഹത്തിന് എത്ര മക്കളുണ്ട്, മക്കൾ എത്ര വയസ്സായി, അതുപോലെ അദ്ദേഹത്തിന്റെ പേരൻസ് എന്ത് ചെയ്യുന്നു, അവർ ആരോഗ്യവതിയാണോ അല്ലെങ്കിൽ രോഗത്തിൽ കഴിയുന്ന ആളുകളാണോ, അവർ ബ്രദേഴ്സ് എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ എടുത്തു വെക്കാം. എന്നിട്ട് പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് നിങ്ങളൊന്ന് അഭിസംബോധന ചെയ്യുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോ 2 വയസ്സായിട്ടുണ്ടാവൂല്ലേ എന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ ബ്രദർ ഇപ്പോ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടോ, ഇപ്പോഴും ആ കമ്പനിയിൽ തന്നെയാണോ എന്നുള്ള അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ. അദ്ദേഹം ഇതൊന്നും നമ്മളോട് പറഞ്ഞ് ഷെയർ ചെയ്ത് ഓർമ്മയുണ്ടാവൂല. പക്ഷെ നമ്മൾ ഇത്രയും വലിയ ഒരു ഡീറ്റെയിൽസിനെ ഇത്രയും കാലം ഓർത്തെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ പരിഗണിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹത്തിന് നമ്മളോട് വല്ലാത്ത ഇഷ്ടം തോന്നും. ആൻഡ്രൂ കാർണഗിയുടെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം പേരിന്റെ പവർ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെറുപ്പകാലത്ത് അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മുയലിനെ കിട്ടി. ഈ മുയലിനെ വീട്ടിൽ വളർത്തി. സ്വാഭാവികമായിട്ടും ഈ മുയലുകൾ പെറ്റുപെരുകും. മുയൽ കുഞ്ഞുങ്ങൾ അങ്ങനെ ധാരാളമായിട്ട് ഉണ്ടായി. അപ്പൊ അവിടെ വലിയൊരു ടാസ്ക് വന്നു, വലിയൊരു പ്രോബ്ലം വന്നു. എന്താണ്? ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? ധാരാളമായി പെറ്റുപെരുകയാണ്, എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇതിന് സൊല്യൂഷനായിട്ട് ധാരാളം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആശയം വന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? തന്റെ കൂട്ടത്തിലുള്ള, തന്റെ അയൽവാസികളായിട്ടുള്ള ചെറിയ വീടുകളിലെ ചെറിയ മക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ആരാണോ മുയലുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് നിങ്ങളുടെ പേര് ആദരസൂചകമായിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പിറ്റേ ദിവസം മുതൽ ആ പ്രശ്നം സോൾവ് ആയി എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും അവരുടെ പേര് മുയലിനെ വിളിക്കാൻ വേണ്ടി ആവശ്യത്തോടുകൂടി ഓടി വരികയാണ്. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. എന്റെ പേരുള്ള ആ മുയലിനോട് ആ കുട്ടികൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണം കൊണ്ടു കൊടുക്കുകയും ആ വലിയൊരു പ്രശ്നം വളരെ നിസ്സാരമായിട്ട് അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഈ ഒരു പവർ മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗപ്പെടുത്തി. എങ്ങനെയാണെന്നല്ലേ? അന്ന് അമേരിക്കയിൽ പെൻസിൽവാനിയയിലെ റെയിൽ റോഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു ജെ എഡ്ഗർ തോംസൺ എന്ന് പറയുന്ന വ്യക്തി. അപ്പോ അന്ന് റെയിൽവേ പുതിയതായിട്ട് നിർമ്മിക്കാൻ പോവുകയാണ്. സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള റെയിൽ നിർമ്മിക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിനടുത്ത് തന്നെ അദ്ദേഹം വലിയൊരു ഫാക്ടറി തുറന്നു. സ്റ്റീലിന്റെ വലിയൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആ ഫാക്ടറിക്ക് എഡ്ഗർ തോംസൺ സ്റ്റീൽ വർക്ക്സ് എന്ന് പേരിട്ടു. അപ്പോ സ്വാഭാവികമായിട്ടും ഇദ്ദേഹമാണ് ആ റെയിൽ നിർമ്മിക്കുന്നതിന്റെ കമ്പനിയുടെ
പ്രസിഡന്റ് ഇദ്ദേഹമാണ്. സ്വാഭാവികമായിട്ടും ആ റെയിലിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റീല് അദ്ദേഹം ഈ ഫാക്ടറിയിൽ നിന്ന് എടുത്തു. സ്വന്തം പേരുള്ള കമ്പനി ഉണ്ടാകുമ്പോൾ അദ്ദേഹം വേറെ ഫാക്ടറിയിൽ പോയിട്ട് മെറ്റീരിയൽസ് എടുക്കുകയില്ലല്ലോ. അപ്പോ വളരെ നിസ്സാരമായിട്ടാണ് ആ ഒരു ബിസിനസ്സിൽ ഈ ഒരു സംഭവം അദ്ദേഹം പരീക്ഷിച്ചത്. അങ്ങനെ അവിടേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്കിൽ അവിടുന്ന് എടുക്കുകയും ഇദ്ദേഹം പിൽക്കാലത്ത് ആൻഡ്രൂ കാർണഗീനെ പിൽക്കാലത്ത് സ്റ്റീൽ രാജാവെന്ന് വരെ വിളിക്കപ്പെടുകയുണ്ടായി. അപ്പോ പേര് വെച്ച് നമുക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. വലിയ ധാരാളം ആളുകൾ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കുക, ഒന്ന് പ്രാക്ടിക്കലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തേതാണ് നമ്മൾ പറയുന്നത്. അഞ്ചാമത്തെന്ന് പറയുന്നത് ടോക്ക് ഇൻ ടേംസ് ഓഫ് ദി പേഴ്സൺസ് ഇൻട്രസ്റ്റ്. മറ്റുള്ളവരുടെ താല്പര്യം മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഒരാളുടെ മനസ്സിലേക്ക് നമുക്ക് കയറിക്കൂടാനുള്ള ഏറ്റവും വലിയ ഒരു ട്രിക്കാണ് ഇത്. മറ്റുള്ളവരുടെ താല്പര്യം മനസ്സിലാക്കുക, ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ കോൺവെർസേഷൻ നമ്മൾ മാറ്റി എഴുതുക, വഴി തിരിച്ചു വിടുക. തിയോഡർ റോസ്വെൽറ്റ് എന്ന് പറയുന്ന അമേരിക്കന്റെ US-ന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇത് ഏറ്റവും എഫക്റ്റ്ഫുൾ ആയിട്ട് പവർഫുൾ ആയിട്ട് യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് അടുത്ത് വരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ വ്യാപ്തി കണ്ടിട്ട് വൈവിധ്യമാറുന്ന മേഖലകളിൽ അദ്ദേഹത്തിനുള്ള വിജ്ഞാനത്തിന്റെ വ്യാപ്തിയും ആഴവും ഓർത്ത് അത്ഭുതപ്പെടാറുണ്ട്. ഒരു കൗബോയ് വരികയാണെങ്കിലും, കുതിരസവാരിക്കാരൻ വരികയാണെങ്കിലും, ബിസിനസ്സുകാരൻ വരികയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കുട്ടി വരികയാണെങ്കിലും എല്ലാവരോടും അവരുമായി കണക്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വിവരങ്ങൾ, ഇൻഫർമേഷൻസ് കിട്ടുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾ ഇത് പഠിച്ചെടുക്കുന്നത്? അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനോട് ആളുകൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അപ്പോ ഇത് ചോദിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അടുത്ത് ഒരു വ്യക്തി വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ തലേ ദിവസം തന്നെ ആ വ്യക്തിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കും. അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാൻ കംപ്ലീറ്റ് പഠിക്കും. അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുക. അപ്പൊ നമുക്ക് ധാരാളമായി സംസാരിക്കാനുണ്ടാവും. അദ്ദേഹത്തിനോട് നമ്മുടെ ആ വിഷയത്തിലുള്ള നോളജ് കണ്ട് നമ്മൾ വണ്ടറടിച്ചിരിക്കും. അപ്പോ നമ്മൾ ഈ ഒരു ടെക്നിക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്തും. ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ധാരാളമായിട്ട് ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വളരും എന്നുള്ളതാണ്. നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇതിലൂടെ സംഭവിക്കുന്നുണ്ട്. ഇനി ആറാമത്തത് അപ്രിസിയേഷൻ, അഭിനന്ദിക്കുക. വളരെ നിസ്സാരമാണ്. ഈ വാക്കുകൾ മാത്രം മതി, 2-3 സെന്റൻസുകൾ മാത്രം മതി, വലിയ എഫക്റ്റ് ഉണ്ടാക്കി തീർക്കും. നമ്മുടെ വീടുകളിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ കൊളീഗ്സിനോട് സ്റ്റാർട്ട് ചെയ്യാം. എന്ത്? അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയുക, അവരെ പ്രശംസിക്കുക. ഒതന്റിക് ആയിട്ട് തന്നെ നമ്മൾ പ്രശംസിക്കണം, ഒരിക്കലും ഫേക്ക് ആയിട്ട് ചെയ്യരുത്. അത് മുഖപ്രസംഗം മാറും. നമ്മൾ അവരോട് വളരെ പുഞ്ചിരിയോടുകൂടി വളരെയധികം കാമായിട്ട് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയാം. അപ്പൊ അവർക്ക് നമ്മളോട് വല്ലാത്ത മതിപ്പ്. ഞാൻ ഒരാളോട് പറയാണ്, നിങ്ങളുടെ സ്പീച്ച് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷാവൂലേ? അദ്ദേഹത്തിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടൂലേ? അദ്ദേഹം ഇനിയും തന്റെ പ്രസംഗം മനോഹരമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഡ്രസ് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ഡെലീഷ്യസ് ആണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ നമ്മുടെ വീടുകളിൽ നാം നമ്മൾ വൈഫിനോട് പറയാം, ഭർത്താവിനോട് പറയാം, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നിങ്ങൾ ഇപ്പോ കാണാൻ നല്ല ലുക്ക് ഉണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ അത് വളരെ മനോഹരമായിരിക്കുന്നു, നിങ്ങൾ ഡ്രൈവിംഗ് സ്കിൽ, നിങ്ങൾ എവിടെ നിന്നാണ് ഡ്രൈവിംഗ് പഠിച്ചത്, എത്ര മനോഹരമായിട്ടാണ്, എത്ര കെയർഫുൾ ആണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് നിസ്സാരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും ഒതന്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവരെ പ്രശംസിച്ചു കൊണ്ടേയിരിക്കുക.
ഓവർ ആകാൻ പാടില്ല, എല്ലാം ലിമിറ്റഡ് ആയിരിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ടെക്നിക്കും കൂടി നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി ഏഴാമത്തതാണ് ഷോ റെസ്പെക്ട് അതർ ഒപ്പീനിയൻ. മറ്റുള്ള ആളുകളോട്, മറ്റുള്ളവരുടെ ഒപ്പീനിയനോട് റെസ്പെക്ട് കാണിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് പൊട്ടത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയരുത്. നമ്മൾ രണ്ട് വിഷയത്തിൽ തർക്കമുണ്ടായി, നമുക്കറിയാം നമ്മൾ പറഞ്ഞതാണ് ശരി എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട രീതി എന്താണ്? നമ്മൾ അവരോട് പറയാ, ഓക്കെ, എനിക്ക് ചിലപ്പോൾ പിഴച്ചതായിരിക്കും, എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്, അപ്പൊ എനിക്ക് പിഴച്ചതാവാനാണ് സാധ്യത. എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്കൊന്ന് ഒരുമിച്ചിരുന്നൊന്ന് ഡിസ്കസ് ചെയ്താലോ, അല്ലെങ്കിൽ അതിന്റെ പ്രൂഫുകളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് പ്രൂഫുകൾ ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബോധ്യപ്പെടും അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ്ലി നമ്മൾ ഒരിക്കലും ഒരാളോട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മൾ എടുത്തു പറയാതിരിക്കുക എന്നതാണ്. അപ്പൊ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ റെസ്പെക്ട് ചെയ്യുക, അത് തിരുത്തേണ്ടതിന് വളരെയധികം കാമായിട്ട് മനോഹരമായിട്ട് തിരുത്തുക. ഇനി എട്ടാമത്തത് ലാസ്റ്റ് പോയിന്റ് ആണ്, മറ്റുള്ളവരിൽ ആഗ്രഹം ഉണർത്തുക. നമുക്ക് ഒരാളിൽ നിന്ന് എന്തെങ്കിലും സാധിപ്പിക്കണമെങ്കിൽ, ഒരാളെ നമ്മിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിൽ ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ പുഴയിലൊക്കെ മീൻ പിടിക്കാൻ പോകാറില്ലേ? മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമായിട്ടല്ല പോകുന്നത്, മീനിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഭക്ഷിക്കുന്ന ഇരയുമായിട്ടാണ് മീനെ പിടിക്കാൻ നമ്മൾ പോകുന്നത്. എന്നതുപോലെ നമ്മൾ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ആഗ്രഹമുണർത്തുകയും അവർ ഇഷ്ടപ്പെട്ടത് കൊടുത്ത് അവരെ നമ്മിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തത് കൊണ്ട് അവർ നമ്മിലേക്ക് അടുക്കുകയില്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരനാണത്. അദ്ദേഹത്തിന്റെ മകൻ ഒരിക്കല് അദ്ദേഹത്തിന്റെ വീട്ടിലെ തൊഴുത്തിലെ പശുക്കുട്ടിയെ ആ തൊഴുത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്. വളരെയധികം സ്ട്രെസ് ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് ആരോഗ്യം എടുത്തിട്ട് മകനും ആ എമേഴ്സണും കൂടി ആ പശുക്കുട്ടിയെ തൊഴുത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്. പശുക്കുട്ടിയാണെങ്കിൽ ഒരു നിലക്കും കയറാൻ തയ്യാറാകുന്നില്ല. സ്ട്രോങ് ആയിട്ട് അതിന്റെ കൂടുതൽ ശക്തി എടുത്ത് അതിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. കുറെ നേരമായിട്ട് ഇങ്ങനെ ശ്രമം തുടരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഒരു ഐറിഷുകാരിയായിട്ടുള്ള വേലക്കാരിക്ക് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ ഈ വേലക്കാരി എന്ത് ചെയ്ത് ഈ പശുക്കുട്ടിയുടെ ആഗ്രഹം മനസ്സിലാക്കി. പശുക്കുട്ടി എന്തിനെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഐറിഷുകാരിയായിട്ടുള്ള വേലക്കാരി പശുക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് തന്റെ വിരലുകൾ, മാതൃത്വം നുണയുന്ന വിരലുകൾ ആ പശുക്കുട്ടിയുടെ വായിലേക്ക് മെല്ലെ വെച്ചെടുത്തു. ആ പശുക്കുട്ടി ആ വിരല് വലിച്ചു കുടിച്ചുകൊണ്ട് മെല്ലെ അകത്തേക്ക് അങ്ങനെ കയറിപ്പോയി. അപ്പൊ പശുക്കുട്ടിയുടെ ആഗ്രഹം മനസ്സിലാക്കി. നമുക്കറിയാം, നമ്മൾ പല പിക്ചേഴ്സ് കാണലുണ്ട് അല്ലെ, പുല്ല് ഇങ്ങനെ കൊടുത്താല് പുല്ല് കൊടുക്കുന്നതിനനുസരിച്ച് പശുക്കുട്ടി ഇങ്ങനെ മുന്നോട്ട് വരും. അപ്പൊ അത് പശുക്കുട്ടികൾക്ക് ആവശ്യമുള്ള സംഗതിയാണ്, അത് ഇഷ്ടപ്പെടുന്ന വിഷയമാണ്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്തിട്ട് നമ്മിലേക്ക് നമുക്ക് അതിനെ അടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഒരാളെ നമ്മിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക, അവരുടെ ആഗ്രഹം മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, നമുക്ക് ഒരാളെ അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരാളിലേക്ക് അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാളിൽ എങ്ങനെ നമുക്ക് ആഗ്രഹം ഉണർത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. എന്ത് ചെയ്താലാണ് ആളുകൾക്ക് നമ്മോട് ഇഷ്ടം ഉണ്ടാവുക, അവൻ നമ്മിലേക്ക് അടുക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ വലിയ ടാസ്കിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 8 കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 8 കാര്യങ്ങളാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ 8 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ സമ്മറൈസ് ചെയ്യാണ്. അതുപോലെ തന്നെ നല്ലൊരു ലിസണർ ആയിട്ട് നമ്മൾ മാറുക, എല്ലാ ആളുകളെയും കേൾക്കാൻ റെഡി ആവുക. തുടക്കത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് ബോറടിക്കും, നമ്മൾ ഫോൺ എടുക്കാൻ ശ്രമിക്കും, എടുക്കരുത്.
നമ്മൾ നന്നായിട്ട് അവരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടി ഇരിക്കണം. ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതിന് കൂടുതൽ ശ്രവിക്കുകയും അതിന് എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുക, അതിലേക്ക് അടുപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് നമ്മളോട് വല്ലാത്ത മതിപ്പും സ്നേഹവും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് ഡോൺ ക്രിട്ടിസൈസ് എന്നുള്ളതാണ്. നമ്മൾ ഒരാളെയും വിമർശിക്കരുത്. നമ്മുടെ മക്കളെ വിമർശിക്കരുത്, നമ്മുടെ സ്റ്റുഡൻസിനെ വിമർശിക്കരുത്, നമ്മുടെ കൊളീഗ്സിനെ വിമർശിക്കരുത്. അപ്പൊ അതിനെങ്ങനെ വെറുപ്പിക്കാതെ നമുക്ക് അതിനെ വിമർശിക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞ ആ സ്റ്റോറികളൊക്കെ ഓർത്തെടുക്കുക. ഇതുപോലെ നമുക്ക് എങ്ങനെ വളരെയധികം സിമ്പിളായിട്ട് അവരെ നമ്മളോട് വെറുപ്പുണ്ടാക്കാതെ അവരെ മാറ്റാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ ശ്രമിക്കുക. അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരികയും അവരെ തിരുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നാലാമത്തെ വിഷയം നമ്മൾ പറഞ്ഞത് മറ്റുള്ളവരുടെ പേരുകൾ ഓർത്തു വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകളുടെ, ഫാമിലിയിൽപ്പെട്ട ആളുകളുടെ, അവരുടെ പാരൻസിന്റെ ഒക്കെ പേര് നമ്മൾ ഓർത്തെടുത്ത് വെച്ചിട്ട് അവരെ കാണുമ്പോൾ പേര് വിളിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ പേര് വിളിച്ചിട്ട് തന്നെ അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവർ കോൺവെർസേഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് നമ്മളോട് വല്ലാത്ത മതിപ്പ് ഫീൽ ചെയ്യും. അപ്പൊ അവിടെ പേര് ഓർത്തു വെക്കുക, അത് വിളിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ നാലാമത് പറഞ്ഞത്. അഞ്ചാമത്തത് പറഞ്ഞത് ടോക്ക് ഇൻ ടേംസ് ഓഫ് പേഴ്സൺ ഇൻട്രസ്റ്റ്. മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കുക. അപ്പൊ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളും അവരും ഒരേ ഫ്രീക്വൻസിയിലുള്ള ആളുകളാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുകയും നമ്മളോട് കൂടുതൽ അട്രാക്റ്റീവോടുകൂടി തന്നെ മാഗ്നറ്റ് പോലെ നമ്മോട് അടുക്കുകയും നമ്മളോട് കൂടുതൽ സംസാരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ആറാമത്തത് നന്നായിട്ട് അഭിനന്ദനം കൊടുക്കുക, അപ്രിസിയേഷൻ കൊടുക്കുക. ഏറ്റവും ചെറിയ വിഷയമാണെങ്കിലും, ഏറ്റവും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും അത് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മളോട് വല്ലാത്ത സ്നേഹവും മതിപ്പും അവരിലുണ്ടാകും. ഏഴാമത്തത് ഷോ റെസ്പെക്ട് ഓഫ് അതർ ഒപ്പീനിയൻ. മറ്റുള്ളവർ പറയുന്ന വാക്കുകളോട് തർക്കിക്കാതെ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ അതിനെ പഠിക്കാൻ തയ്യാറാകുക. എട്ടാമത്തത് മറ്റുള്ളവരിൽ ആഗ്രഹമുണർത്തുക. മറ്റുള്ള ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അത് ചെയ്യിപ്പിക്കുക, നമ്മൾ ആഗ്രഹം ഉണർത്തുക എന്നുള്ളതാണ്. ഈ 8 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. വളരെയധികം ധാരാളം വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പവർഫുൾ ആയെന്ന് തോന്നിയിട്ടുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ഓരോ ടെക്നിക്സുകളും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ മുതൽ തന്നെ ശ്രമം ആരംഭിക്കണം എന്നുള്ളതാണ്. നമ്മൾ ധാരാളം ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുന്നത്. താങ്ക് യു എവരി വൺ ഫോർ ലിസണിങ് മീ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിലൊക്കെ നമ്മളോട് ചോദിച്ചാൽ എനിക്കറിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ വേഗം ഫീഡ്ബാക്ക് പറയാം. ഹമീദ് സർ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഈ സിമ്പിൾ സ്കിൽസ് ആണെങ്കിലും നമ്മളെല്ലാവരും അഡോപ്റ്റ് ചെയ്താൽ അത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും നമ്മളുടെ ലൈഫിൽ. സർ പറഞ്ഞ നല്ല സ്റ്റോറി, റാബിറ്റിന്റെ സ്റ്റോറി ഒക്കെ വളരെ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾ ഓഫ് us ഷുഡ് റിയലി അഡോപ്റ്റ്. സർ 8 ടെക്നിക്സ് സെലക്ട് ചെയ്താലും വളരെ നല്ല രീതിയിൽ ആ 8 ടെക്നിക്സ് ആർ വെരി സിമ്പിൾ, ബട്ട് അഡോപ്റ്റ് ചെയ്ത് നമുക്ക് ഡെഫിനറ്റ്ലി ഇഫ് ഓർഡിനറി ടു അട്രാക്റ്റീവ് ആവാൻ നല്ലൊരു പോയിന്റ്സ് ആണ്. വെൽ ഡൺ സർ. താങ്ക് യു സർ. താങ്ക് യു ചന്ദ്രമ്മ. ഇത്രയും സമയം കേട്ടിരുന്നു, അതിന് നല്ലൊരു ഫീഡ്ബാക്ക് വലിയ സന്തോഷം. ഡോക്ടർ വേണു സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. ഹാവ് യു സീൻ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യന്റെ എലക്ഷൻ പോസ്റ്ററിൽ
32 പല്ലും കാണിക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും പൊളിറ്റീഷ്യനെ പണം കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് ഇറ്റ്സ് എ അവർക്കറിയാം. പവർ ഓഫ് ഇതല്ല, സ്മൈൽ. ഇതാണ് അവർക്കെല്ലാം അറിയാം. ഇസ് പവർ ഓഫ് എ സ്മൈൽ. അവര് അത് നമ്മൾ വേറെ എവിടെയും പോകണ്ട, ഒരു ബുക്കും വായിക്കണ്ട, അതെ ഒരു അതെ രാഷ്ട്രീയക്കാരന്റെ കൂടെ ഒരാഴ്ച ഒരു ഇന്റേൺഷിപ്പ് എടുത്ത് ഡെഫിനറ്റ്ലി കൂടെ നടന്നാ മതി, എല്ലാ പരിപാടിയും പഠിച്ചെടുക്കാൻ പറ്റും. ഒരാഴ്ച പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാം പറ്റും. എങ്ങനെയാണ് അവർ ഓരോരുത്തർ ഇതിൽ കെട്ടിപ്പിടിക്കാനുള്ളവരെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കാനുള്ളവർ ഉമ്മ വയ്ക്കും, എല്ലാമായിട്ട് അവരുടെ നമ്മളിപ്പോ ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ കൂടുതലായി കണ്ട സംഗതിയാണ് അല്ലേ? എക്സാക്ട്ലി. അതെ അതെ. എസ്പെഷ്യലി ഞാനിവിടെ തിരുവനന്തപുരത്ത് ഒരു 5.5 കൊല്ലം ഉണ്ടായിരുന്നു, കുറച്ച് വർഷം മുമ്പ്. അന്ന് ഉള്ള ഇലക്ഷൻ പോസ്റ്റർ എല്ലാം നോക്കുമായിരുന്നു. ഇങ്ങനെ എല്ലാം ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. റിയൽ ലൈഫില് എല്ലാം നല്ല ഒരു ബുൾഡോഗ് പോലെ ഇരിക്കുന്നവരാണ് കേട്ടോ. റിയൽ ലൈഫില് മിക്കവരും ചിരിക്കാത്തവരാണ്. പക്ഷേ പോസ്റ്ററിൽ ഇങ്ങനെ ചിരിച്ച് അതാണ് ഈ മറ്റുള്ളവരെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ആർ എ വെരി വാം ഫ്രണ്ട്ലി പേഴ്സൺ. ഞാൻ ആസ് എ ഡോക്ടർ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ സ്മൈൽ വളരെ കാര്യമായിട്ട് ലാവിഷായിട്ട് യൂസ് ചെയ്തു. അത് കാരണം അമേരിക്കയിൽ ഞാൻ അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഇവിടെയാണ് ചില നമ്മുടെ നാട്ടിലെ പോലെ അല്ല, പേഷ്യൻസ് കോംപ്ലിമെന്റ്സ് റൈറ്റിംഗ് കൊടുക്കും. അതിന് പ്രത്യേക ഒരു ഫോം തന്നെ ഉണ്ട്. അതായത് ഇഷ്ടപ്പെട്ടു, നല്ല എക്സലന്റ് കസ്റ്റമർ സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് എഴുതാം. ഡോക്ടേഴ്സിനെ കുറിച്ച് എഴുതാം, നേഴ്സസിനെ കുറിച്ച് അറിയാം, ലാബ് ടെക്നീഷ്യനെ കുറിച്ച് അറിയാം. അത് എല്ലായിടത്തും ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ 40 ഡോക്ടേഴ്സ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കോംപ്ലിമെന്റ് കിട്ടിയത് എനിക്കാണ്. മിക്കത് എഴുതില്ല, ഡോക്ടർ റെഡ്ഡി ആർ എ വെരി വാം ആൻഡ് ഫ്രണ്ട്ലി ഡോക്ടർ. വെറും ചിരി. ദാറ്റ് ഈസ് ഇറ്റ്. അത് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ അർച്ചന പല്ലെല്ലാം കാണിക്കുന്നുണ്ട്. എനിക്ക് ആ മറ്റേ പല്ല് വരെ കാണാം കേട്ടോ. കാണാം. പക്ഷെ വേറെ കുറെ പേരുണ്ട് ഇവിടെ, മിക്കരി ചിരിക്കുന്നില്ല, അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്. അതൊന്ന് മാറ്റി ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് നിന്നാ മതി, എല്ലാം ബെറ്റർ ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ബോഡി ലെവൽ തന്നെ ബാലൻസ്ഡ് ആവും ഇല്ല സാർ? അല്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ഈ ഒരുപാട് ഈ ലൈൻസ് ഉണ്ടല്ലോ, വെർട്ടിക്കൽ ലൈൻസ് എല്ലാം അത് കുറയും, വരത്തില്ല. കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷേ അത് കുറയും. നേരെ മറിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ ഇവിടെ എല്ലാം ആ ലൈൻസ് പെർമനന്റ് ആയിട്ട് നെറ്റിയിൽ വരും. അതാണ് ആ ചിരിയുടെ ഒരു സീക്രട്ട്. ചിരിച്ചോണ്ടെന്ന് കഴിഞ്ഞാല് വരത്തില്ല. ഓക്കെ, താങ്ക് യു സാർ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ് സാറ്. വളരെ നമ്മളെ റീസെന്റ് ആയിട്ട് നമ്മളൊക്കെ കണ്ട വലിയൊരു പോയിന്റ് ആണ്. താങ്ക് യു സാർ, വണ്ടർഫുൾ റിവ്യൂ. നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് ഇനിയുള്ള ഫീഡ്ബാക്കുകളെല്ലാം വിംബിൾ ട്രെയിനിങ് ഗ്രൂപ്പിൽ തരാവുന്നതാണ് എല്ലാവർക്കും. സോ ഐ തിങ്ക് വി വിൽ വൈൻഡ് അപ്പ്. സാറിന്റെ ഇന്നത്തെ സെഷനിൽ ദ ജേർണി ഫ്രം O to A അല്ലെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണെങ്കിലും നമ്മൾ പറയുന്നല്ലോ ജാവ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ എന്ന് പറഞ്ഞ പോലെ 8 പോയിന്റുകളാണ് സാർ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഓരോ പോയിന്റുകളും വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും നമ്മളത് അതിലെല്ലാം അല്ലെങ്കിലും ചിലതെങ്കിലും ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ചേഞ്ച് ഇറ്റ് ക്യാൻ ബ്രിങ് ടു അവർ ലൈഫ് എന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ. എസ്പെഷ്യലി അതിൽ ഒരു കാര്യം മാത്രം എടുത്തു പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. അതായത് കോളിംഗ് പീപ്പിൾ ബൈ ദെയർ നെയിം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു വ്യക്തിക്ക് റെസ്പെക്ട് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ബൈ കോളിംഗ് ദെയർ നെയിം എന്നുള്ളതാണ്. അവരുടെ പേര്, പലപ്പോഴും ആളുകളുടെ പേര് എത്രയും പെട്ടെന്ന്, ഇപ്പൊ ഒരു ഡ്രൈവർ ആയിക്കോട്ടെ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തുള്ള ആളായിക്കോട്ടെ, നമ്മൾ കടയിൽ സ്ഥിരമായി വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങുന്ന കടയിലെ ചേട്ടനായിക്കോട്ടെ, ചേട്ടാ എന്താ പേര് എന്ന് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ചെന്ന കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയണേ ബേബിയേട്ടാ ഒന്ന് പാലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മളെ കാണുമ്പോൾ തന്നെ എന്താ മോളെ പാലാണോ വേണ്ടതെന്ന് ചോദിക്കും. ഇറ്റ് ഈസ് പവർഫുൾ. നമ്മൾ അത് ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം.
നമ്മളൊരു ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്ന ഒരു മുത്തശ്ശനാണെങ്കിൽ എന്താ ചേട്ടാ പേര്, സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ കണ്ടക്ടർ, അടുത്തിരിക്കുന്ന ആള്. അപ്പൊ അങ്ങനെയുള്ളൊരു ചെറിയൊരു ഏരിയയിലാണെങ്കിൽ പോലും ആളുകളുടെ പേരുകൾ ചോദിക്കുകയും പിന്നീട് അടുത്ത പ്രാവശ്യം അവരെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അതിൽ പരം റെസ്പെക്ട് വരും. നമുക്ക് പലപ്പോഴും തോന്നും ഏത് കടയിൽ കയറിയിട്ടും ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചാൽ ഓക്കെ ആണെന്ന്. അല്ല, അതേസമയം നമ്മൾ സ്ഥിരമായി പോകുന്ന കടയിൽ അവരിപ്പം നമ്മൾ പേരെടുത്ത് സുനിതേച്ചി ഇല്ലേ, നല്ലേച്ചി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റാലിറ്റിയുടെ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. സോ എവരി വൺ ക്യാൻ ട്രൈ ദാറ്റ്. ഓക്കെ, സോ Okay, സമയപരിധി ഉണ്ട്, ഒരുപാട് നമുക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ ഡ്യൂ ടു ടൈം ഡസൻ പെർമിറ്റ്, അതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നിവിടെ ഇൻട്രോ പറഞ്ഞ ദീപ്തി മാമിനും ക്ലാസ് എടുത്ത ഹമീദ് സാറിനും താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സെഷനിലായിരുന്നു. ഇവിടെ എത്തിച്ചേർന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി മറ്റൊരു ട്രെയിനറും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വ്യാഴാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്. thank you. Thank you, ma'am. Thank you. Good night.